നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നൊമ്പരഭാരം എത്രമാത്രം വലുതാണെന്ന് ഈ വായനയിലൂടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. അതെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വായന ഉപകാരപ്രദമാകുന്നതായിരിക്കും. പലപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ഒരു ചോദ്യമായിരിക്കാം, നിങ്ങൾ ഈ വ്യക്തിയുമായി യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ലാത്തതിനാൽ ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയായിരിക്കും, ഈ വ്യക്തി ഏത് മനോഭാവത്തിലായിരിക്കും ഇരിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്, സന്തോഷത്തിലായിരിക്കോ ദുഃഖത്തിലായിരിക്കോ എന്നിങ്ങനെയുള്ള 100,000 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടാകാം. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. അതിന്റെ ഉത്തരങ്ങളാണ് ഇവിടെ വരുവാനായി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ വായിക്കുവാനായി പോകുന്നത്. നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ വ്യക്തിയുടെ ഊർജ്ജവും പരിപൂർണമായും ഇതിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്, ഇത് ഏറ്റവും കൂടുതലും പൂർവ്വകാല ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയബന്ധത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾക്കും ഈ വ്യക്തിക്കും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെയും ഈ പേഴ്സണെയും ഈ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്. ഇത്തരം തേർഡ് പാർട്ടി അവസ്ഥകൾ എന്തിനു വന്നു കയറുന്നു. നിങ്ങൾക്കിടയിൽ ഇത്രയും വളരെ മനോഹരമായിട്ട് ഈ പ്രണയബന്ധം കൊണ്ടുപോയിട്ടും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഹൃദയങ്ങൾ പങ്കുവെച്ചും ശുദ്ധീകരിച്ചും മുന്നോട്ട് പോയിട്ടും എന്തുകൊണ്ട് ഇത്തരം പിരിയലുകൾ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയും. ഇത് കൂടുതലും പൂർവ്വകാല ജന്മത്തിൽ നിന്നും പാസ്റ്റ് ലൈഫ് ഊർജത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത്. ഇത് പലപ്പോഴും ഈ വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ മുതൽ തൊട്ട് തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ളതായിരിക്കാം ഇതൊരു പൂർവ്വകാല ബന്ധമായിരിക്കാം എന്നുള്ളത്. പലപ്പോഴും ഈ പേഴ്സൺ പോലും ഈ വ്യക്തി പോലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, എനിക്ക് ഏറെ കാലത്തെ ഒരു പരിചയം തോന്നിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ഒരുപക്ഷെ ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അതേ ഊർജം തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുന്നില്ല. പക്ഷെ അത് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ഇന്നത്തെ വായനയിൽ വളരെയധികം വ്യക്തമാണ്. അതുപോലെ തന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ഇത്തരം സന്ദർഭ മുഹൂർത്തങ്ങളും മുജ്ജന്മത്തിലും നിങ്ങൾക്കിടയിൽ നടന്നിരുന്നു. അത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നു. അതിന്റെ പല കാര്യങ്ങളുടെയും തനി ആവർത്തനം തന്നെയാണ് ഈ ഒരു ജന്മത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെയും നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃശികമായിട്ടായിരിക്കും നിങ്ങൾക്കിടയിലേക്ക് ഒരു വേർപിരിയലും നോ കോണ്ടാക്ട് അവസ്ഥകളും ഒക്കെ വന്നു കയറുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിച്ചു പോയിട്ടുള്ളത്. ഇത് തീർത്തും മുജ്ജന്മത്തിൽ നിന്നും വന്നിരിക്കുന്ന തനി ആവർത്തനമായിട്ടുള്ള ചില പുസ്തകങ്ങൾ, തനി ആവർത്തനമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്, ഇൻഫോർമേഷൻസ് ആണ്. ഇത് പലവർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇവിടെ നിങ്ങൾ ഭൂമിയോളം ക്ഷമിക്കുന്നുണ്ട്, വെള്ളത്തെ പോലെ ശുദ്ധീകരിക്കുന്നുണ്ട്, അതുപോലെ കത്തി ജ്വലിക്കുന്നത് പോലെ തീയാകുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കത്തിച്ചു കളയാൻ നിങ്ങൾ ഇരുവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പലതും വിജയിച്ചിട്ടുമുണ്ട്. അതുപോലെ വളരെയധികം വായുവിനെ പോലെ സഞ്ചരിക്കുവാനും വളരെ ലോലഹൃദയരാകുവാനും നിങ്ങൾ ശ്രമിക്കുന്നു. ഇവിടെ എനിക്ക് എല്ലാ തരത്തിലുള്ള തീയും വായുവും വെള്ളവും ഭൂമിയും എല്ലാ തരത്തിലുള്ള സോഡിയക് സൈനും നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ രാശിപ്രകാരം നോക്കുകയാണെങ്കിലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിന് വിധേയമാകേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് ഇവിടെ അത്യുത്തമമായി കാണപ്പെടുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തെയും മനസ്സിനെയും ചിന്തകളെയും എല്ലാം തന്നെ ആഹ്ലാദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കോൺഫിഡന്റ് ആയി തന്നെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ഈ പ്രണയബന്ധം തന്നെയാണ്. കാരണം ഈ വ്യക്തിയുടെ വികാരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ടൈംലെസ് ആണ്. ഇന്ന സമയമോ സാഹചര്യമോ സന്ദർഭമോ അങ്ങനെയൊന്നും തന്നെ ഈ വ്യക്തിക്കില്ല. നിങ്ങളുടെ കാര്യം കേട്ട് കഴിഞ്ഞാലും ഈ പ്രണയബന്ധത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ഇമോഷൻസ് ഒരുപോലെ തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുമായി വേർപിരിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തി വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് നിങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും ഒരു അമ്മയുടെയോ അച്ഛൻ്റെയോ സ്നേഹം കൊടുക്കുവാൻ ഈ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുവാനും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാനുമുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ റീസണേറ്റ് ആവുന്നത് അത് നിങ്ങൾ ഏറ്റെടുക്കുക. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ, ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു അമ്മയുടെ ഒരു കഥാപാത്രം കൂടി ഈ വ്യക്തിയുടെ മുന്നിലായിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ഈ ഭൂമിയിലുള്ളത് അത് നിങ്ങൾ മാത്രമാണ്. ആ നിങ്ങളെയാണ് ഈ വ്യക്തി ഇപ്പോൾ അകറ്റി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചില കാര്യങ്ങൾക്ക് വളരെയധികം വ്യക്തത പുലർത്തേണ്ടതായിട്ടുണ്ട്. വ്യക്തത പുലർത്തി കഴിഞ്ഞാൽ മാത്രമേ അതിലൂടെ നീതിവൽക്കരിക്കാൻ സാധിക്കുകയുള്ളൂ, ഈ പ്രണയബന്ധത്തിൽ നീതി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യത്തിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പല കാര്യങ്ങളും ഒളിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ ചില കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ സന്ദർഭങ്ങൾ വേണം, ന്യായീകരണങ്ങൾ വേണം എന്നുള്ളതും സത്യമാണ്. ഈ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഏറെ കൂടുതൽ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ പല സാഹചര്യങ്ങളിലും പല രീതിയിലും സംശയിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് നിങ്ങളെയും കുറ്റം പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിലായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുകിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയേണ്ടതായിട്ടുണ്ട്, തുറന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചില തെളിവുകളും നികത്തി വെക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഈ വ്യക്തിയുടെ വിശദീകരണങ്ങൾക്ക് പൂർണ്ണത ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വെറുതെ നിങ്ങളുമായി വാക്കുതർക്കം ചെയ്യുവാനോ നിങ്ങളെ പറഞ്ഞ് കൺവിൻസിങ് ചെയ്യിപ്പിക്കാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. അത് താൽക്കാലിക സമാധാനം മാത്രമാണ്. എന്നേക്കുമായിട്ടുള്ള ഒരു സമാധാനം ലഭിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തി പല സത്യങ്ങളുമായി മുന്നോട്ട് വന്നേ പറ്റൂ. അത് ആ സത്യങ്ങളോടൊപ്പം തന്നെ ചില തെളിവുകളും ഈ വ്യക്തിക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു വേർപിരിയൽ അവസാനിക്കുകയുള്ളൂ. എന്ന് കരുതി ഈ വ്യക്തി ഇപ്പോൾ സന്തോഷത്തിലൊന്നുമല്ല ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഉടലെടുക്കുന്നത്. അല്ലാത്ത പക്ഷം ഏതൊരു സാഹചര്യത്തിൽ ഇരുന്നാൽ പോലും ഈ വ്യക്തിക്ക് ഒരു വ്യക്തത കിട്ടുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇവിടെ നമുക്ക് മാലാഖമാർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും ഗബ്രിയേൽ മാലാഖ പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും ഇച്ഛാശക്തിയോടു കൂടിയും മുന്നോട്ട് പോവുക, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഊർജത്തിലേക്ക് മടങ്ങി വരിക. അതായത് നിങ്ങൾ ആർക്കും വേണ്ടിയും സമയം കളയേണ്ട ആവശ്യമില്ല. മറ്റാരെയും ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ഊർജം അവസാനിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ പരിപൂർണമായിട്ട് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഊർജത്തിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ വ്യക്തിപരമായ ഊർജം ഓരോ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാനാണ് മാലാഖമാർ പറയുന്നത്. അടുത്തത് മിഖായേൽ മാലാഖയാണ്. എന്താണെന്ന് നോക്കാം. ഈ ഒരു സാഹചര്യം എന്തായാലും അവസാനിക്കും. ഈ മോശപ്പെട്ട സാഹചര്യം അതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. അവസാനം നിങ്ങൾ വളരെയധികം ഫ്രീ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് പുതിയ പുതിയ വഴികൾ തുറക്കപ്പെടും. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ കത്തിച്ചു കളയുക തന്നെ ചെയ്യും. ഇതാണ് മിഖായേൽ മാലാഖ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഗബ്രിയേൽ വീണ്ടും പറയുന്നുണ്ട്, എംപ്രസ് എനർജിയിലാണ്. ഈ ഒരു ടൈം എന്ന് പറയുന്നത്, ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം സന്തോഷമായിട്ട് നിൽക്കുവാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളെ ഭാവിയിൽ നിങ്ങളെ തേടി വരുന്നത് വളരെയധികം ആഡംബരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ്.
ആഡംബരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെയധികം ധനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അങ്ങനെയും ആകാം. പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്താണോ ഈ പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടിട്ടുള്ളത്, ആഗ്രഹിച്ചിട്ടുള്ളത്, അതെല്ലാം തന്നെ നിങ്ങളിലേക്ക് 100 മടങ്ങായി തിരിച്ചു വരുമെന്നുള്ള രീതിയിലാണ് ഈ ഒരു മാലാഖ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തുള്ളി സ്നേഹം പോലും, ഒരു ഡ്രോപ്പ് ഓഫ് ലവ് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കുന്നില്ലായിരിക്കാം. അതുവരെ പിശുക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയുന്ന കാര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ ലഭിച്ചിട്ടില്ലായിരിക്കാം. സ്നേഹം, വാത്സല്യം, സംരക്ഷണം ഒന്നും തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയം വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം രാജകീയമായിട്ടുള്ള രീതിയിലും 100 മടങ്ങായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് എത്തിച്ചേരുവാൻ പോകുന്നത്. ആ ഒരു സമയം നിങ്ങൾ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെയാണ് ഇതിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നത്. നിങ്ങളുടെ ജന്മലക്ഷ്യത്തിലേക്കും നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള സന്ദർഭത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, നിന്റെ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടമാണ്. അതെ, ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും പലപ്പോഴും വെറുത്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ സത്യസന്ധരായി ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സത്യസന്ധതയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഒരാളാണ് ഈ വ്യക്തിയും. നിന്നെ ഞാൻ ഏതോ സാഹചര്യത്തിൽ തെറ്റിദ്ധരിച്ചു. അതെ, നിങ്ങൾ അത്രയും സത്യസന്ധരായി നിന്നിട്ട് പോലും ഈ വ്യക്തിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു, നിങ്ങളെ തെറ്റിദ്ധരിച്ചു. എന്നോട് ക്ഷമിക്കൂ, എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വന്നു. അതെ, ചില സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് മറ്റുള്ളവർ പറയുന്നത്, സ്വന്തം അമ്മയാകാം, അച്ഛനാകാം, അങ്ങനെയുള്ള ഊർജ്ജങ്ങൾ പറയേണ്ടത് ഈ വ്യക്തിക്ക് അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നു. അതിന് തീർത്തും ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നു. ഇതിനൊരു ക്ലാരിറ്റി ലഭിക്കുവാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ നൊമ്പര ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോട് കൂടി, വളരെയധികം കമ്മിറ്റ്മെന്റോട് കൂടി നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ കൂടുതൽ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും അവിടെ ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.